ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ വർഷത്തെ നമ്മുടെ ഈ റമളാനിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു പകലും രാത്രിയുമാണ് ഇന്ന്. വിശുദ്ധ ഖുർആൻ കൊണ്ട് അള്ളാഹു മഹത്വപ്പെടുത്തുകയും അതിൻ്റെ പ്രതിഫലം ഒരു ദാസനോട് അഥവാ അള്ളാഹുവിൻ്റെ ഒരടിമയ്ക്ക് അള്ളാഹുവിൻ്റെ അപാരമായ അൽ വദൂദ് വലിയ ദയാവായ്പും കാരുണ്യവും കൊണ്ട് ഒരു മനുഷ്യന് പ്രാപിക്കാൻ കഴിയാത്ത പ്രതിഫലം നിർണയിക്കുകയും അതിന് ഈ സമൂഹത്തെ അള്ളാഹു ഉൾപ്പെടുത്തുകയും സാക്ഷികളാക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ റമളാൻ 27. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ അനുഗ്രഹീതരാണ് എന്ന ഉറച്ച വിശ്വാസം ഈ വിഷയത്തിൽ നമുക്കുണ്ടാകണം. നമ്മുടെ ഉറപ്പ് വളരെ വലുതാണ്. മുസ്തൈഖിനൻ ബിഹാ കൽബുഹു എന്നാണ് ഹദീസുകളിൽ വന്ന വാചകം. നമ്മുടെ വിശ്വാസം ഹൃദയബോധ്യതയിൽ വരണം. ഹൃദയബോധ്യതയിൽ വന്നാൽ അത് നിഷേധിക്കാൻ കഴിയില്ല, അത് അനുഭവിക്കാൻ കഴിയും. സൂറത്തുൻ നജ്മിൽ ആളുകൾക്ക് അത്ഭുതം തോന്നാവുന്ന ഒന്നാണല്ലോ മിഅ്റാജ്, ഇസ്റാ. മാ കദബൽ ഫുആദു മാ റആ. നബി നേർക്ക് നേരെ കണ്ട കാര്യം നബിയുടെ മനസ്സിന് നിഷേധിക്കാൻ കഴിയില്ല. അത് നബിയുടെ അനുഭവമായിരുന്നു എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്നതുപോലെ നമുക്ക് ഒരു ഉറച്ച, ഇത് അള്ളാഹു അവതരിപ്പിച്ച ഒരു ദിവസം ഖുർആനിൻ്റെ മഹത്വം കൊണ്ട് ഈ ദിവസത്തെ എത്രയോ വർഷങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടു. 82.5 വർഷത്തെ ദൈർഘ്യത്തിലേക്ക് സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ഓരോരുത്തർക്കും നൽകാൻ അള്ളാഹു ഈ ദിവസത്തെ ഉയർത്തിയെന്നർത്ഥം. അതുകൊണ്ട് ഇന്നേ ദിവസം വളരെ അനുഗ്രഹീതമാണെന്ന് നാം വിശ്വസിക്കുന്നതോടൊപ്പം നാം അത് മനസ്സിലാക്കുകയും അതിനു വേണ്ടി അള്ളാഹുവോട് ചോദിക്കുകയും ചെയ്യുന്നു. സൂറത്തുൽ ഫുർഖാൻ അവസാനിപ്പിക്കുന്ന ഒരായത്തുണ്ട്. ആയത്ത് അതിൻ്റെ തൊട്ട് മുൻപ് നമ്മുടെ കുടുംബത്തെ പറഞ്ഞിട്ടാണ് ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ ഖാലിദീന ഫീഹാ ഹസുനത് മുസ്തഖറൻ വമുഖാമാ. ഇത്രയും പറഞ്ഞിട്ട് ഖുൽ മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. അത് അവസാനിപ്പിക്കുന്നത് അള്ളാഹു നിങ്ങളെ അംഗീകരിക്കുമായിരുന്നില്ല, പരിഗണിക്കുമായിരുന്നില്ല. ഖുൽ മാ യഅ്ബഉ ബിക്കും റബ്ബി, എൻ്റെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല, ലവലേശം അംഗീകരിക്കുമായിരുന്നില്ല നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ലെങ്കിൽ. അപ്പം ഈ ഒരു പ്രാർത്ഥന, നിരതമായ പ്രാർത്ഥനയിൽ അനുസ്യൂതം ചെലവഴിക്കുന്ന ഒരു സമൂഹം ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്നതാണ് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ മേൽ കാരുണ്യം വർഷിക്കുന്നതിന് അള്ളാഹു പരിഗണിക്കുന്നത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. സൂറത്ത് അൻഫാലിൽ വന്നൊരു വചനം, ഒമാ കാനല്ലാഹു
ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയെ, അങ്ങ് അവരിലുണ്ടായിരിക്കെ അള്ളാഹു ആ ജനതയെ ഒരു സർവനാശം എന്നൊരവസ്ഥയിൽ ശിക്ഷിക്കുകയില്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. രണ്ടാമത്, അവർ പാപമോചന പ്രാർത്ഥനയിൽ നിരതമായ ഒരു സമൂഹം അവരിൽ ഉണ്ടായിരിക്കെ ആ ജനതയെയും അള്ളാഹു ശിക്ഷിക്കുകയില്ല. ഇതാണ് സൂറത്ത് അൻഫാലിൽ വന്ന ഒരു വചനം. അപ്പോൾ പല കാരണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ നശിപ്പിക്കപ്പെടാതിരിക്കുന്നതിനോ വലിയ വലിയ അഗ്നിപരീക്ഷണങ്ങളിൽ അകപ്പെടാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുന്നത് പലരുടെയും ഇടപെടലാണ്, പലരുടെയും ജീവിതമാണ്, പലരുടെയും ആഗ്രഹങ്ങളാണ്. ഇത് ലൗലാ ഷുയൂഹുൻ ലിൽ ഇലാഹി റുക്കഉ വസിബിയത്തുൻ മിനൽ യതാമാ റുല്ലഉ വമഹ്മലാത്തുൻ ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ലൗജഉ. വളരെ പ്രസിദ്ധമായ ഒരു 4 വരി കവിതയാണ്. ഖുർആനിൻ്റെ സാരാംശത്തെ ഉൾക്കൊണ്ട ഒരു വചനം. അതിൽ മുതുകു വളഞ്ഞ പ്രായത്തിലെത്തിയ കാർന്നവന്മാർ ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കഉ, കുനിഞ്ഞ് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രായമുള്ള വൃദ്ധർ ഉണ്ടായിരുന്നില്ലെങ്കിൽ, വസിബിയത്തുൻ മിനൽ യതാമാ റുല്ലഉ, അനാഥ മക്കൾ, അത് മുലകുടി പ്രായത്തിലുള്ളവർ, സ്വന്തം മാതാവിൻ്റെ മുലപ്പാല് നുകരുന്ന കുഞ്ഞു കുട്ടികളും ഈ ഭൂതലത്തിൽ അവശേഷിച്ചിരുന്നില്ലെങ്കിൽ, വമഹ്മലാത്തുൻ ഫിൽ ഫലാത്തി റുത്തഉ, വിജന പ്രദേശങ്ങളിൽ മേഞ്ഞ് നടക്കുന്ന നാൽക്കാലികൾ, മൃഗങ്ങൾ, ഇതും ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ലൗജഉ, വേദനയുള്ള ശിക്ഷ നിങ്ങളിൽ എന്നേ സംഭവിക്കുമായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തെ തന്നെ നിയന്ത്രണ വിധേയമാക്കൽ മാത്രമല്ല, നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് മറ്റു പലരുടെയും ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ, അങ്ങനെ പലതും. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ മരണശേഷം ആ ആത്മാവ് അനുഭവിക്കുന്ന അനുഗ്രഹം എന്ത് എന്നതൊരു വലിയ ചോദ്യമാണ് സത്യത്തിൽ. ഇമാം മുസ്ലിം ആ ഹദീസ് എത്രയോ സ്ഥലത്ത് എത്രയോ ദൈർഘ്യമായി വിശദീകരിച്ചിട്ടുണ്ട്. സഹീഹ് മുസ്ലിമിന് എഴുതപ്പെട്ട വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രസിദ്ധം ഷറഹ് നവവിയുടേതാണ്. അതിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം വിവരിക്കുന്നു, ഇദാ മാത്തൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ഇൻകത്ത അമലുഹു, അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിന്നുപോയി, ആ മരിച്ച സമയത്തോടെ എല്ലാം തീർന്നു. ഇല്ലാ മിൻ സലാസിൻ, 3 പ്രവർത്തനങ്ങൾ തുടരുന്നതാണ്. മരണാനന്തരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ തുടരും. അതിൽ വളരെ പ്രാധാന്യപൂർവം പറഞ്ഞ 3-ൽ ഒരു കാര്യം, ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു മിൻ ബഅദിഹി, ആ ആളുടെ മരണശേഷം മക്കൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരണ ദിവസം ഒരുപാട് ആളുകൾ കൂടാനുണ്ടാവും, എന്നിട്ട് അനുശോചനവും കൂടും. വലിയ വലിയ ആൾക്കാരാണെങ്കിൽ അത് കബറടക്കിയിട്ട് വന്നിട്ട് വലിയ മൈക്കും കാര്യങ്ങളൊക്കെ വച്ചിട്ട് അനുശോചനം ഉണ്ടാവും. അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ആരും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കേണ്ടതില്ലല്ലോ. മറിച്ച് നിത്യേന മനസ്സിൻ്റെ ഉള്ളിൽ സ്പർശിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ഖേദമുണ്ടാക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യും മക്കളുടെ മനസ്സിൽ. മാതാപിതാക്കൾ, ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ കുട്ടികൾക്ക് അവരുടെ ജീവിതകാലം മുഴുവനും പല സന്ദർഭങ്ങളിലും ഈ ഓർമ്മകളുണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ കുട്ടികളെ ആ രൂപത്തിലാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നത്, വളർത്തുന്നത് എന്നൊക്കെ അർത്ഥം.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചൊരു ഹദീസുണ്ട്. അത് മുത്തഫഖുൻ അലൈഹിയാണ്. അതിൽ നബിയോട് സഹാബി ഇബ്നു മസ്ഊദ് ചോദിക്കുന്നത്, അയ്യു ദൻബി അഅ്ലം, കൊടും അപരാധം എന്താണ്, ഏറ്റവും വലിയ പാപം? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൻ തദ്ഉല്ലാഹ നിദ്ദൻ ഹുവ ഖലഖക, നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു പങ്ക് ചേർത്തുകൊണ്ട്. ഒരു സമന്മാരെ സ്ഥാപിച്ച്, ഇടയാളന്മാരെ സ്ഥാപിച്ച് നീ പ്രാർത്ഥിക്കുന്നു. നിനക്കറിയാം അവരാരും നിന്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടില്ല, അള്ളാഹു മാത്രമാണ് നിന്നെ സൃഷ്ടിച്ചതും നോക്കുന്നതും വളർത്തുന്നതെന്ന് നിനക്കറിയാം. എന്നിട്ടും നീ പ്രാർത്ഥിക്കുമ്പോൾ വേറെ ആളുകളെ അതിനകത്ത് ഉൾപ്പെടുത്താറുണ്ട്. സുമ്മ അയ്യു, പിന്നെ ഏതാ വലിയൊരു പാപം? അൻ തഖ്തുല വലദക ഖശിയത അൻ തുത്ഇമ മഅക. ആ പ്രയോഗം വളരെ വലുതാണ്. നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ നിനക്കൊരു ഭയം. മക്കൾ അത് ഭാവിയിൽ വരുമ്പോൾ തൻ്റെ ആ ഓജസ്സോ യശസ്സിനൊക്കെ കോട്ടം പറ്റിയെങ്കിലോ മക്കൾ കൂടെ വന്ന് വലുതായി വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച രണ്ടാമതൊരു വാചകം ഖശിയത്ത ഇംലാക്ക് എന്നാണ്. ദാരിദ്ര്യം ഭയന്ന്, കുറവ് ഭയന്ന്, തനിക്ക് കിട്ടുന്നത് മുഴുവൻ സ്വന്തം ആസ്വാദനത്തിന് പോരാ, തികയുന്നില്ല എന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്യാൻ കഴിയാതെ വരും. അത് മക്കളായാലും ഭാര്യ ആയാലും ഉമ്മയായാലും വാപ്പയായാലും കൊടുക്കൂല. അപ്പം അത് ഭയന്നിട്ടാണ് മക്കളെ കൊല്ലുക. പക്ഷെ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു അപരാധം. സുമ്മ അയ്യു, പിന്നെ ഏതാണ് വലിയ കൊടും അപരാധം, ഒരു പാപം? അപ്പൊ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൻ തസ്നിയ ഹലീലത്ത ജാരിക, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പെൺകുട്ടിയെ അവരോട് മോശമായി പെരുമാറലാണ്. ഏറ്റവും അടുത്ത സൗഹൃദത്തിൻ്റെ ഇടം ആണ് അയൽപക്കം. അയൽപക്കത്തിൻ്റെ ഇടയിൽ വേറെ മറകളൊന്നുമില്ല. അയൽപക്കങ്ങളുടെ ദൃഢബന്ധത്തിൻ്റെ ഉദാഹരണം സഹാബികൾ പറഞ്ഞത്, ഞങ്ങളുടെ മരണശേഷം ഞങ്ങളുടെ സ്വത്തിൻ്റെ അവകാശം അവർക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു എന്നാണ്. അത്രത്തോളം ദൃഢതയുണ്ട് അയൽപക്ക ബന്ധങ്ങളിൽ. അതിന് വിള്ളലുണ്ടാകലാണ് ഈ ആക്ഷേപകരമായ പെരുമാറ്റവും നോട്ടവും വർത്തമാനവും സമീപനവും ഒക്കെ ഉണ്ടാവുക. അതാണ് ഏറ്റവും വലിയൊരു ആപത്ത്. അപ്പോൾ മക്കളെ സംബന്ധിച്ച് മരണാനന്തരം അവർ എപ്പോഴെല്ലാം ദുആ ചെയ്യുന്നു അപ്പോഴെല്ലാം പ്രാർത്ഥിക്കണം. ഇനി അവിടെ വേറൊരു കാര്യമുള്ളത്, പലപ്പോഴും ആഴ്ചയിൽ, മാസത്തിൽ, വർഷങ്ങളിൽ ഒക്കെ സ്വന്തം മാതാപിതാക്കൾ മരിച്ച് കബറടക്കം ചെയ്യപ്പെട്ട സ്ഥലമേതോ ആ പള്ളിയിലൊക്കെ പോകുമ്പോൾ ആ ഖബറ് കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയുടെ തൊട്ടടുത്താണ് ബഖീഉൽ ഗർഖദ് ഉള്ളത്. അത് സഹാബിമാരിൽ പലരും അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അവിടെയുള്ള എല്ലാവർക്കും. ഞാൻ അങ്ങോട്ട് പോവുകയല്ല. 2, സ്വദഖത്തുൻ ജാരിയത്തുൻ, ഈ അതിൻ്റെ എന്താ, തുടർച്ചയായ പ്രതിഫലം, ഗുണം ലഭിക്കുന്ന ധർമ്മം, തുടർച്ചയായി ഗുണം ലഭിക്കുന്ന ധർമ്മം. മിൻ ബഅദിഹി, അയാളുടെ കാലശേഷം, അയാൾ ചെയ്തു വച്ചതിൻ്റെ ഗുണം അയാളുടെ കാലശേഷം പിന്നീട് ജീവിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെട്ടു, അങ്ങനെയുള്ളത്. ഔ ഇൽമുൻ യുന്തഫഉ ബിഹി, അല്ലെങ്കിൽ അയാളുടെ കാലശേഷം അയാൾ നേടിയെടുത്ത അറിവുകൾ അടുത്ത തലമുറയ്ക്ക് നൽകുകയാണ്. അത് ആ മനുഷ്യൻ ജീവിച്ചിരുന്നതിൻ്റെ അനുഗ്രഹവും പ്രയോജനവും ആ തലമുറ അനുഭവിക്കുന്നു, അടുത്ത തലമുറയിലേക്ക് മാറുന്നു. അതിങ്ങനെ പ്രയോജനപ്പെടുത്തുന്ന കാലം മുഴുവനും. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ അറിയിച്ച വാചകം. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. പറഞ്ഞു വന്നത്, ഒരാൾ പ്രാർത്ഥിക്കുന്നു, ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും, എന്നൊരു 10 മിനിറ്റൊക്കെ വൈകിയേക്കാം. അപ്പോൾ വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, അല്ലാഹുവേ
ഞങ്ങൾക്ക് നീ ഔദാര്യമായി നൽകണം. ഞങ്ങളുടെ കയ്യിലിരിപ്പുകൊണ്ട് ഇതൊന്നും ചോദിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഹബ് എന്ന വാചകം ഉപയോഗിച്ചത് വഹബാണത്. അപ്പോൾ നീ നിൻ്റെ ഒരു ഔദാര്യതയിൽ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കണം. എന്താ നൽകേണ്ടത്? മിൻ അസുവാജിന, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്. അപ്പോൾ ആണിന് പെണ്ണും പെണ്ണിന് ആണുമായിട്ടോ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകിക്കൊണ്ടിരിക്കണം. എന്ത് നൽകണം? മിൻ അസുവാജിന വദുരിയാത്തിന, ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വിവരിക്കാനുണ്ട്, അതിനുള്ള സമയമൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോണാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന യുവതീ യുവാക്കൾ, വളർന്നു വരുന്നവർ, അപാര അറിവുകളും വിവരങ്ങളും സാങ്കേതിക ജ്ഞാനങ്ങളും വരുമാനങ്ങളും പിന്നെ പൊതുവെ ലോകത്തെക്കുറിച്ചുള്ള അറിവൊക്കെ ഉള്ളവരാണ്. പക്ഷേ അവർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം, ജീവിതത്തിൻ്റെ കെമിസ്ട്രി എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് മാത്രം അവർക്കറിയില്ല. അതുകൊണ്ട് വലിയ വലിയ വിദ്യാസമ്പന്നരായ കുട്ടികൾ പോലും വിവാഹത്തിന് മൂല്യം കൽപ്പിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. ഞാനത് ആ ഭാഗത്തേക്ക് വരികയല്ല, നിർത്തുകയാണ് അവിടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ഇണകളും ഖുർറത്ത അഴ്യുൻ എന്നാണ് ഖുർആനിൽ ഉപയോഗിച്ചത്. കൺകുളിർമകൾ നൽകണം. കൺകുളിർമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പൂന്തോട്ടം, ഖുർആൻ പല സ്ഥലത്തും ഉപമിച്ചതും ഉദാഹരിച്ചതും കാണാൻ പറഞ്ഞതൊക്കെ ഈ പ്രകൃതിയിലെ വ്യത്യസ്ത പൂക്കൾ നിറഞ്ഞു നിൽക്കുകയും സുഗന്ധം വമിക്കുകയും കാഴ്ചകൾ നൽകുകയും ചെയ്യുന്നതിനെയാണ്. എന്തിനാ കാണുന്നത്? ഒരു നിർവൃതി അനുഭവിക്കാനാണ്. നിർവൃതമാണ് അതിൻ്റെ കാഴ്ച. മക്കളെ കാണുന്നതും അങ്ങനെയാണ്, ഭാര്യ ഭർത്താക്കൾ പരസ്പരം കാണുന്നതും അങ്ങനെയാണ്. ആ രീതിയിലാണുള്ളത്. അപ്പം ഞങ്ങൾക്ക് കൺകുളിർമ നൽകണം. ഞങ്ങളെ ഈ നല്ല മനുഷ്യർക്ക് മാതൃകയായും ജീവിപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം, എന്നിട്ട് അതിൻ്റെ ബലവും ഗുണമൊക്കെ പറയുകയാണ് അവിടെ. ഖുർആൻ അവസാനിപ്പിക്കുന്നതാണ് ഖുൽ മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ അള്ളാഹു ശ്രദ്ധിക്കുന്നത് എന്ന് ഖുർആനിലുണ്ട്. വദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അള്ളാഹു ഇനി അവരെ മറന്നു കളഞ്ഞു. എന്താ കാരണം? അവർ അള്ളാഹുവിനെ മറന്നു. സൂറത്ത് സജദയിൽ അങ്ങനെയാണ് വന്നത്. അപ്പം ഞാനിത് പറഞ്ഞത് നിങ്ങളെ പരിഗണിക്കാൻ കാരണം പ്രാർത്ഥനയാണ്. വമാ കാന അല്ലാഹു യുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ പാപമോചന പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നത് കൊണ്ട് ആ ജനതയെ അള്ളാഹു ശിക്ഷിക്കുന്നതല്ല. അത് രണ്ടും വലിയ പാഠമാണ്. അപ്പം ജീവിതത്തിൽ നമ്മൾ ഒരു വലിയ അവസരത്തിന് നമ്മളെ അള്ളാഹു ഹാജരാക്കുന്നു. ഒരു വലിയൊരു അവസരം നമുക്ക് തരുന്നു. ഈ റമളാൻ, ഖുർആൻ, അള്ളാഹുവിൻ്റെ ദൂതൻ, അതുപോലെ അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ഇടങ്ങൾ. ഇപ്പം 2 ഹറമുകൾ വളരെ വലുതാണ്. അവിടെ നമ്മളിവിടെ ഇരുന്നുകൊണ്ടാണ് മദീന കാണുന്നത്, ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഹറമ് കാണുന്നത്, കഅബ കാണുന്നത്. നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ കൃത്യമായിട്ട് അനുഭവപ്പെടുന്ന ഇത് വരികയാണ്. ഇപ്പം റമളാനിലൊക്കെ ലക്ഷോപലക്ഷം ആളുകളാണ് ഉംറ നിർവഹിക്കുന്നത്. കാരണം ഒരു ഹജ്ജിന് സമമാകുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. ഒരു റമളാനിലെ ഉംറ അത് ജീവിതത്തിൽ വലിയൊരു നേട്ടമാണത്. ഹജ്ജ് ഒരാളെ ആ ദിവസം പരിശുദ്ധനായതുപോലെ ആക്കി തീർക്കുന്നു ഹജ്ജ് എന്നാണല്ലോ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദൂതൻ. അപ്പോൾ നമ്മളിതിങ്ങനെ കാണുകയാണ്. ഓരോന്നും ലൈലത്തുൽ ഖദർ കാണുകയാണ്, ഖുർആനിൻ്റെ അവതരണം, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വരവ്, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, എല്ലാ മിൻ കുല്ലി അംർ സലാം. ഇതൊരു വലിയ രക്ഷയാണ്. ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഒരു ഹദീസിൽ, അതൊരു ഖുദ്സിയായ ഹദീസ് കൂടിയാണ്, ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അള്ളാഹു മുന്നിടുന്നു വൈകുന്നേരങ്ങളിൽ, മുസിഅല്ലയിലെ വൈകുന്നേരമായാൽ രാത്രിയിൽ ആരാണ് അള്ളാഹുവോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളത് അത് സ്വീകരിക്കാൻ.
പകലുകളിൽ അള്ളാഹു ഇബാദുകളോട് മുന്നിടുകയാണ്. ആരാണ് രാത്രിയിലെ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞ് രക്ഷപ്പെടാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക? ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെ. ഹത്താ തത്ലുഅ മിനൽ മഗ്രിബ്. അത് ഖിയാമത്തിൻ്റെ അടയാളമാണ്. ലാ ഉഖ്സിമു ബി യൗമിൽ ഖിയാമ സൂറത്ത് നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കണം. എന്താണ് ഖിയാമത്ത് എന്നൊക്കെ അതിനകത്ത് പറയും. അപ്പോൾ ഈ ഇഅ്തികാഫൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ മുസ്ഹഫ് എടുത്തു വച്ച് അതിങ്ങനെ ഓരോ ചെറിയ ചെറിയ വാക്കുകളിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്. അതിങ്ങനെ വായിക്കുമ്പോഴാണ് നമുക്കൊക്കെ ഒരുപാട് ഉൾദർശനങ്ങൾ ലഭിക്കുക. അതിനൊക്കെ ശ്രമിക്കണം. അപ്പോൾ റമളാനിലെ അതിമഹത്തായൊരു സമയം നമുക്ക് അല്ലാഹു ഔദാര്യമായി നൽകിയിരിക്കുന്നു. ആ ഔദാര്യത വേണ്ടുവോളം അനുഭവിക്കാൻ ആരൊക്കെയുണ്ട് എന്ന് പടച്ചവൻ ചോദിക്കുന്നു. ഖുർആൻ അന്വേഷിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അതിനു വേണ്ടി നമുക്ക് പ്രചോദനം നൽകുന്നു. വേണ്ടത്ര ഉപയോഗപ്പെടുത്തുക. പടച്ചവൻ നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.